നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം എല്ലാവർക്കും. ഒരു നമ്മുടെ ഷാരിക മാഡത്തിന്റെ ഒരു വീഡിയോ കാണാനായി കണ്ട് 2-3 ദിവസമായി, പക്ഷെ എനിക്കത് കിട്ടിയില്ലായിരുന്നു. ഇന്നലെ എനിക്ക് കിട്ടിയപ്പോ അത് എന്താ പറയാ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഡാർലിംഗ് ആണ് സഹിക്കാൻ വയ്ക്കാത്തത്. എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അറസ്റ്റ്, അത് നടന്നു. അത് അറസ്റ്റ് ചെയ്യപ്പെട്ട നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പലതും കൊല്ലമ്പും പ്രശ്നം കാണിക്കും. അങ്ങനെയല്ല അറസ്റ്റ് ചെയ്തിട്ട് വിചാരിച്ച പോലെ നടക്കാത്ത നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെ പലതും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പറയേണ്ടത്. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇന്ത്യൻ നിയമത്തില്, സൈബർ സെല്ലില്, അതുപോലെ ഇന്ത്യൻ കേരള പോലീസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ടാണ് മേക്കപ്പും ക്യാമറമാനൊക്കെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നിട്ട് നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ നാളെ രാവിലെ സ്റ്റേഷനിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ആകെ വർത്താനൊക്കെ പറഞ്ഞെങ്ങാണ്ട് രാത്രിയാണ് കൊണ്ടുവരിപ്പിച്ചത്. ആ വിശ്വാസം മനസ്സിലാക്കണം. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറ്റി. ഇതിനും അതിനെ പുറകെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. DSP തന്നെ ഉറപ്പുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ അതാ വീഡിയോയിൽ കണ്ടത് വെച്ചിട്ടുള്ള വർത്താനം പറയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ബിവേർ ആയിക്കൊള്ളുക. ഇതിന്റെ പുറകിൽ ആരാണ്? ഈ അറസ്റ്റ് നടന്നപ്പോ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ എന്താ പറയാ, ഷഫീനബി ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ, മുട്ട് വരച്ചിട്ടേ ഇങ്ങനെ നിക്കാണ്, കൂട്ടി കെട്ടിയേക്കാണ്. മുട്ടൊക്കെ ഇങ്ങനെ കൂട്ടിന് കെട്ടിയേക്കാണ്, വരച്ച് കൂട്ടിടിച്ചിട്ട്. നിക്കാൻ വയ്ക്കണമെന്നില്ല. ചിലര് വീൽ ചെയറൊക്കെ ഓർഡർ ചെയ്തേക്കണ്. നടക്കാൻ വയ്ക്കുന്നത് വരച്ചിട്ടേ, അത് പേടിച്ചിട്ട് കേട്ടോ. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അത് അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിക്കല്ല, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ പറയാ, ഇത് റൂഹിജാന്റെ സ്റ്റാൻഡ് പിടിക്കണത്. റൂഹിജാന്റെ സ്റ്റാൻഡ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇത് മറ്റേ സ്റ്റാൻഡ് പിടിക്കാത്തത്. നിങ്ങളിലേക്ക് എത്തിക്കട്ടെ, എത്തട്ടെ. തെളിവുകള്, വീഡിയോസ് ഇതൊന്നും ഞാൻ എന്റെ ചാനൽ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ ചാനലിൽ കൂടിയിട്ട് കാണിച്ചൊക്കെ ആൾക്കാർ കണ്ടു വിശ്വസിച്ച് നമ്മളത് വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് ഷഫീനാബിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടവടലം പുറത്ത് കിടന്ന് അന്നം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. ഇല്ലാത്ത സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വിടാത്തത് ഇനി കാരണം കൊണ്ടാണ്. അത് അവരിതുകൊണ്ട് അതൊക്കെ അത് എന്തിനാ വെറുതെ നാറാൻ നിൽക്കുന്ന വെറുതെ? അത്രയ്ക്കും തന്നെ നിങ്ങളൊന്ന് വിടി, ഞങ്ങൾ കാണട്ടെ. അത് ഇട്ട് വെച്ചിങ്ങനെ അതിന്റെ വാല്യൂ പോകുന്നില്ലല്ലോ, തെളിവല്ലേ. നിങ്ങൾ വിടി. കാര്യങ്ങൾ അറിഞ്ഞ അവർക്കൊക്കെ അറിയാം. നിന്നെ ഇനി എനിക്ക് ഏൽപ്പിക്കേണ്ട നിയമത്തിലാണ്. നിന്നെ നിന്റെ കൂട്ടാളി. ചിരി വരുന്നുണ്ട്. തെളിവ് കയ്യിലുണ്ട്, വീഡിയോ കയ്യിലുണ്ട്, ഓഡിയോ കയ്യിലുണ്ട്. ഷഫീന ബീവിയെ നിയമത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും വേണം. ഇതൊക്കെ കയ്യിലുണ്ടായിട്ട് ഇതൊക്കെ ഏൽപ്പിക്കുന്നുമില്ല. അതെന്താ? അതൊന്ന് പറഞ്ഞു തരുമോ? നീ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. നിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് എനിക്കറിയാം. പണി ചെയ്യാതെ, മെയ് അനങ്ങാതെ ഓരോ ഫാമിലിയും കയറി കളിച്ച് പൈസ ഉണ്ടാക്കുക. പഴയ തന്നെ, ഒരു മാറ്റമില്ല. അവരെന്താ ചെയ്യുന്നത്, അവരെന്താ ഇതാകുന്നതൊക്കെ അവരറിയുന്നതൊക്കെ അറിയാം, അവരെന്താ ചെയ്യുന്നത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് നമ്മളെ അമ്മയെ തല്ലിയാലും 2 വശം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ നന്മ തിന്മ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലാകണമെന്നില്ല, എല്ലാവരും ശരിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും നന്മയുടെ ഭാഗത്ത് മാത്രം നിൽക്കുള്ളൂ. ഈ ടൈപ്പ് ആളുകളൊക്കെ അതാണ്. ഈ എത്ര കിട്ടിയാലും കണ്ടാലും പഠിക്കാത്ത ആളുകളാണ്. മനസ്സിലായില്ല. അവർ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ല. ഒരു ഒന്നാമത് ഈഗോ ഉണ്ടാകും, കുശും കുന്നായ്മ ഉണ്ടാകും, പലതും ഉണ്ടാകും, പല കാര്യങ്ങളും ഉണ്ടാകും. അത് ഇങ്ങനത്തെ വർത്താനം അതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒരു അജണ്ടയാണ്. അജണ്ട ഫാനാണ്. മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തുന്നത് അവസാനം അത് എന്തിലേക്ക് ചെല്ലും? അവരെ ഭീഷണിയിലേക്ക് ചെല്ലും, ബ്ലാക്ക് മെയിലിംഗിലേക്ക് ചെല്ലും. ബ്ലാക്ക് മെയിൽ ആണ് മെയിൻ ബിഗിലെ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിങ്ങളൊരു കാര്യം, ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്ന
ഇവര് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു എന്ന് പറയുന്ന എല്ലാ ആളുകളും അജഗജ ഫ്രോഡായിരിക്കും. അജഗജാന്തര ഫ്രോഡായിരിക്കും. നിങ്ങൾ നോക്കി, നിങ്ങൾ ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഇവരെന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്ന ആളുകളൊക്കെ ഒന്നെങ്കിൽ ഭീകര ഫ്രോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രോഡായിരിക്കും. നിങ്ങൾ എടുത്തു നോക്കി, ഇവരെ കുറ്റം പറഞ്ഞ രണ്ട് ഊളകളുണ്ട്, ഒരാണും ഒരു പെണ്ണും ഇരുന്നിങ്ങനെ സംസാരിക്കുന്നത്. ഇവര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവര് കൊണ്ടുവരുന്നത്, ഞാൻ എന്തെങ്കിലും ചോദിച്ചു പോയ അപ്പൊ എന്നെ ബ്ലോക്ക്. ഇവരുടെ പണിയാണ്. ഇവർക്ക് ചോദ്യങ്ങൾ പറ്റില്ല. ഇത് ഇത് നിങ്ങൾ അത് നോക്കിയാൽ മതി. ഇവരെ കുറ്റം പറയുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടോ പ്രസന്റിൽ എന്താണ്, പിന്നോട്ട് പോകണ്ട, പ്രസന്റ് ലെവൽ എന്താണ്, ഒരാളെ സപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ നീ നിർത്തിക്കോ നീ അത്. നീയും നിന്നെ സഹായിക്കുന്ന കുറെ ചന്ത കൂട്ടുകാർ. ഷെഫിനവി നാളെ 9:09 ആകുമ്പോ മനസ്സിലായില്ലേ, 9:09 ആകുമ്പോ നിർത്തിക്കോട്ടോ. ഇവള് പെണ്ണാണെങ്കിലും അതാണല്ലോ. അപ്പം കറക്റ്റ് 9:09 ആകുമ്പോ നിർത്തിക്കോട്ടോ. 9:10 നിൽക്കത്. 9:09.1 ആകുമ്പോഴും പറ്റത്. 9:09 കറക്റ്റ് ആകുമ്പോൾ നിർത്തിക്കോട്ടോ നാളെ. നീ നേരമില്ല, നിർത്തിക്കോണം. എനിക്കറിയാം, ചന്ത കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല, ചന്ത ബ്ലോഗേഴ്സ്. ആരൊക്കെയാണ് അവരൊക്കെ ചന്ത ബ്ലോഗേഴ്സ് ആണെങ്കിൽ നിങ്ങളൊക്കെ എന്താണ്, നിങ്ങളൊക്കെ ഇപ്പൊ എന്താ വിളിക്കുക? അതിന്റെ അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും വിളിക്കണ്ടേ? അതൊക്കെ വലിയ വലിയ പേരാകൂലെ? അപ്പൊ പേരുണ്ടല്ലോ ഇപ്പൊ. പലരെയും ഭീഷണിപ്പെടുത്തി, പലരെ ഞാൻ ശരിക്കും ചിന്തിക്കാത്ത, എനിക്കൊരു ഊഹാപോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കുറിച്ച്. അവരെയൊക്കെ കുറിച്ച് തെളിവ് സഹിതമാണ് ആൾക്കാർ വിളിച്ച് എന്നാ പിന്നെ അത് പുറത്തുവിടാത്തത് എന്താണ്? എന്നാ പിന്നെ അവരെ സ്നേഹിച്ചവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണാലോ. നിങ്ങൾ ഈ വായ്ത്താളട്ടടിക്കാതെ ഇങ്ങനെ കാര്യം പറഞ്ഞിങ്ങനെ കാണിച്ചു എന്ന് നോക്കിയാ വെറുതെ വന്ന് എന്തെങ്കിലും പറയും. ഇത് പുറത്തു വിട്ടാ എന്താ അറിയോ? ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞാല് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, എന്താ സംഭവം എന്ന് ഷഫീന വന്നിങ്ങോട്ട് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ എന്താകും? അവനായ ശവാകും. അതുകൊണ്ട് ഇവരൊന്നും പറയാത്തത്. വിശ്രമമില്ല, അതുപോലാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്താണ് സ്ത്രീ, നിങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ തീരെ തെറ്റിയിട്ടില്ല. നിങ്ങൾ മനുഷ്യനോ അല്ല, മൃഗവും അല്ല, ഷഫീന GB. അതാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം. നിങ്ങൾക്ക് ഈ ഭൂമിയിലെ രേണുവിന് എന്തോ പറഞ്ഞിങ്ങാണ്ട് ഭയങ്കര അത് വിമർശനം. അവരെന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിന് വിമർശിച്ചിട്ട് ആണ് ഇവരിരുന്നിങ്ങാണ്ട് വാളെടുത്ത് തുള്ളാൻ വരുന്നത്. തിരിച്ച് ഇവരെ വളരെ പേഴ്സണൽ ആയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെയൊക്കെ എന്തൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഇതാകണം? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പേര്, നിങ്ങൾക്ക് പൊതുവെ ഒരു പേരുണ്ടല്ലോ. ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾ എന്താണ് ഏതാണെന്നും എന്താ പറയാ നൂറ് ഒക്കെ തിരിച്ചാനൊക്കെ നോക്കിയ ആളല്ലോ നിന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന്. ജനിച്ച് ജീവിക്കുന്നുള്ളതാണ് ആലോചിക്കുന്നത്. മോനെ, നിങ്ങൾ ജീവിക്കോ മരിക്കോ എന്താ വെച്ചിട്ടും? അല്ല, പിന്നെ ജനിച്ചാ പിന്നെ ജീവിക്കണ്ടേ? നിന്റെ അനുവാദമാണല്ലോ ഇപ്പൊ. സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് വ്യഭിചാരവും അപരാധവും പറയുന്നു. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ അത് നീ ചെയ്യുകയും ചെയ്യരുത് പറഞ്ഞ കാര്യം. എന്നിട്ട് പറയരുതെന്ന് പറ കേട്ടോ. ഈ പറഞ്ഞ രണ്ട് കാര്യമുണ്ടല്ലോ, ഇത് നീ ചെയ്യരുത്. നീ ചെയ്യാതിരുന്നിട്ട് അവരോട് പറയരുത് എന്ന് പറ കേട്ടോ. ഇത്രേ ഉള്ളൂ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്. ലോക ഫ്രോഡുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം, ആരും ഇടപെടാൻ പറ്റില്ല. പക്ഷെ ഈ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് അവരുടെ പഠന കാര്യങ്ങൾക്കും. നിന്റെ വീട്ടുകാര് കൂട്ടുകാര് എന്താണോ അതാണ് നീ കാണിക്കുന്നത്, നിന്റെ സ്വഭാവം. അവരെന്താണ് ഏതാണ് ഇപ്പൊ കാണിക്കുന്നത് എന്താണോ അത് അവർക്ക് കിട്ടിയ സംസ്കാരമുണ്ട്. അത് നീ കാണിച്ചതല്ല ഞങ്ങളെല്ലാരും ഭൂരിപക്ഷം ആളുകളും കാണുന്നത്. ഇപ്പൊ ഈ മറ്റേ ആ പെണ്ണിന്റെ കാര്യത്തിൽ തന്നെ ആ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തോരം ആൾക്കാർ കുറ്റം പറഞ്ഞ. ഇപ്പൊ ആ പെണ്ണിനൊരു പോസ്റ്റ് ഇടാൻ വയ്യ, താഴെ പോയി നോക്ക്. അപ്പൊ അവര് ശരിയാണ്, അവരുടെ സംസാര ശൈലി ചിലപ്പം അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, അതായിരിക്കാം. പക്ഷെ അവരുടെ പോയിന്റ്സുകൾ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതുകൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ അത് അങ്ങനെ പറയാം, അല്ലാതെ വീട്ടുകാരെ നിർത്തി ഇടാൻ നിൽക്കുന്നു വേണ്ട. അവരുടെ എന്റർടൈൻമെന്റിന് അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, വെദർ ഇറ്റ് ഈസ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക്.
നിങ്ങൾ ഒന്നെങ്കിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോവുക, നിർത്തുക, മര്യാദയ്ക്ക് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടാണ്. കേട്ടല്ലോ, നിർത്തിക്കണം. നമ്മള് ഈ സംഭവം വളരെ നഖശികാന്തമായിട്ട് എതിർത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കണം. നിങ്ങൾ 9/9 ആവുമ്പോ ഈ സംഭവം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് നിർത്തിക്കോണം ഉള്ള കാര്യം പറഞ്ഞുതരാം. വെറുതെ കേട്ടില്ലേ, നിർത്തിക്കോണം. നിങ്ങളുടെ ഈ ഇവിടെ വന്നിരുന്ന ഈ മോന്തയ്ക്ക് കോങ്ങണ്ട വെച്ചുള്ള ആ സാധനമൊന്നും നടക്കണ്ട, അതൊന്നും വേണ്ട. അത് നിർത്തി. ആരാ ഈ പറയണത്? ഒരാളുടെ ശരീരം വെച്ചിങ്ങാണ്ടെന്നും കളിയാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ തിരിച്ചത് കിട്ടുമ്പോൾ വാങ്ങിട്ട് ഇരിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ കണ്ണാടി നോക്കുക, എന്നിട്ട് അവർ കോങ്ങണ്ണ ആക്കിയാലുള്ള ഭംഗിയില്ലായ്മ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടി നോക്കി നിങ്ങൾ വെറുതെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മന്ത്രിസഭാ തലത്തിൽ എത്തുന്നവരെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് 100 ചാനൽ ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് 110 ചാനൽ ഉണ്ടാക്കാം. എന്തായാലും എനിക്ക് 100% ഉറപ്പണേ നിങ്ങളെക്കാളും അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും മൂളയും എനിക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസം അല്ല സംസ്കാരത്തിന്റെ അടിസ്ഥാനം. വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം, മൂള ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. മനസ്സിലായില്ലേ? കാരണം മൂള ഉണ്ടായിരുന്നെങ്കിൽ ആ വിദ്യാഭ്യാസം അതിൻ്റെതായ രീതിക്ക് ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അത് എങ്ങനെയാണ് നീ ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മൂളയുണ്ടെന്ന് പറയരുത്. വേറെ അത് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നത്. ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എനിക്ക് കേട്ടല്ലോ. സ്റ്റോപ്പ്. നിർത്തിക്കോണം. മൂളയല്ലാത്ത വിദ്യാഭ്യാസമുള്ള ഷാരികജി പറയുന്നതാണ് നിർത്തിക്കോണം. അറിഞ്ഞേക്കാം.